ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇത്രയും നാളും നമ്മൾ കണ്ട കഥയിൽ നിന്നും പുതിയൊരു വഴിത്തിരിവിലേക്ക് സ്നേഹക്കൂട്ടിൻ്റെ കഥ മുന്നോട്ട് പോകുവാണ്. ഇത്രയും നാളും നമ്മൾ കണ്ടത് സേതുവിനെയും പല്ലവിയെയും തകർക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുന്നതും അവരെ തകർത്തുകൊണ്ട് ജയിച്ച് മുന്നേറുന്ന ഇന്ദ്രനെയുമാണ് നമ്മൾ ഇത്രയും നാളും കണ്ടത്. ഇപ്പോൾ ആ ഡിവോഴ്സ് കേസിൽ പല്ലവി ജയിച്ചുവെങ്കിൽ പോലും ഡിവോഴ്സ് കേസിനേക്കാൾ വലിയൊരു ആപത്ത് തന്നെ പല്ലവിക്കും സേതുവിനും വരുത്തി വെക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുവാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഋതുവുമായിട്ട് അടുക്കുന്നതും പിന്നെ ഋതുവിനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നതും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. ഇതിലെല്ലാം ഇന്ദ്രനാണ് ജയിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഡിവോഴ്സ് ഫെസ്റ്റിന്റെ ആ സമയത്ത് പോലും സേതുവിനെ തകർക്കാനായിട്ട്, സേതുവിനെ കൊല്ലാനായിട്ട് ഇന്ദ്രൻ ശ്രമിച്ചു. അങ്ങനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ പോലും കുറച്ചു നാളെങ്കിലും ഹോസ്പിറ്റലിൽ കിടത്താനായിട്ടും സാധിച്ചു. അങ്ങനെ ഇത്രയും നാളും ഇപ്പൊ ഇന്ദ്രൻ ജയിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എപ്പോഴും ശത്രുക്കൾ തന്നെ ജയിക്കണമെന്നുണ്ടോ? എപ്പോഴും കള്ളങ്ങളും തെറ്റുകളും തന്നെ ജയിച്ചു മുന്നേറണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പം നിരന്തരം കള്ളം, ചതി, തെറ്റ് ഇതൊക്കെ ജയിച്ച് മുന്നേറിയാലും ഒരു നാൾ ആ ചതിയും കള്ളവും എല്ലാം നിലത്ത് വീഴും. ആ സമയത്ത് സത്യം എന്ന ആ ഒരു ശക്തി ഉയർന്നു വരിക തന്നെ ചെയ്യും. അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ ഇനി വരുന്ന എപ്പിസോഡുകളിൽ സ്നേഹക്കൂട്ടിൽ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പല്ലവിയും സേതുവും വിചാരിച്ചു ഡിവോഴ്സ് കഴിഞ്ഞു, ഇനി പല്ലവി ഇന്ദ്രന്റെ ശല്യം ഉണ്ടാകത്തില്ല എന്ന് വിശ്വസിച്ചു. പക്ഷേ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ദ്രന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയ സേതുവും പല്ലവിയും കൂടി ഒരു കടുത്ത നീക്കത്തിലേക്ക് കടക്കുവാണ്. അവസാനം ആ ഒരു കടുത്ത നീക്കത്തിൽ അവസാനം പല്ലവിയുടെയും ഇന്ദ്രന്റെയും വിവാഹമാണ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തൊക്കെ ട്വിസ്റ്റുകളാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത, ഇങ്ങനെ സംഭവിക്കുമെന്ന് പോലും ഒട്ടും പ്രേക്ഷകർ പോലും വിചാരിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സേതുവിന് ഇപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് കടന്നു വന്നു. ഇനി ആ റിസൾട്ടും കാര്യങ്ങളും കിട്ടിയാൽ മാത്രമേ സേതുവിൻ്റെ ഇനിയുള്ള അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സേതുവിനെ സഹായിക്കാനായിട്ട്. ഇപ്പം അമ്മ വന്നു കഴിഞ്ഞാൽ അനിയത്തിമാർ ഒറ്റയ്ക്കാവും. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ പല്ലവി തന്നെ സേതുവിനെ സഹായിക്കാനായിട്ടും സേതുവിനൊപ്പം ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ടും തീരുമാനിച്ചു. അങ്ങനെയാണ് പല്ലവി കോളേജിൽ പോയി ആ ഒരു ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തത്. പക്ഷേ പ്രിൻസിപ്പൾ ലീവ് ആപ്ലിക്കേഷൻ ലീവ് തരത്തില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ പല്ലവി തീരുമാനിച്ചു, സർ ഇപ്പോൾ ലീവ് തന്നാലും ഇല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ എന്തായാലും ഇനി കുറച്ച് ദിവസത്തേക്ക് കോളേജിൽ വരത്തില്ല. സേതുവേട്ടൻ്റെ കാര്യങ്ങൾ നോക്കി ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ കാണും. പിന്നെ സാറിന് മനസാക്ഷി ഉണ്ടെങ്കിൽ എന്നെ വീണ്ടും ഇവിടെ നിർത്താം, എന്നെ വീണ്ടും ഇവിടെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഈ ഒരു ജോലി റിസൈൻ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് പല്ലവി ഇറങ്ങിയത്. പക്ഷെ അപ്പോഴും പല്ലവിയുടെ മനസ്സിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, പ്രിൻസിപ്പളെ സഹായിക്കും, പ്രിൻസിപ്പളിനൊരു നല്ല മനസ്സുണ്ടാവും എന്നൊക്കെ പല്ലവി വിചാരിച്ചു. പക്ഷെ അത് വെറും തോന്നലുകൾ മാത്രമാണെന്നാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ പല്ലവിക്ക് മനസ്സിലായത്. ഇന്ദ്രനെ ആ ഒരു കോളേജിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് പല്ലവി ഇന്ദ്രനെ കണ്ട് നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ താൻ ഇത്രയും നാളും ഡിവോഴ്സ് നേടി നീ രക്ഷപ്പെട്ടുവെങ്കിലും നിന്നെ രക്ഷപ്പെടാനായിട്ട് ഞാൻ അനുവദിക്കത്തില്ല, നിന്നെ ഞാൻ രക്ഷപ്പെടാനായിട്ട് സമ്മതിക്കത്തില്ല, അതിന്റെ മുന്നോടിയായിട്ടാണ് കോളേജിൽ വന്നതെന്നും ഒരാഴ്ചക്കകത്ത് വെച്ച് തന്നെ നിന്നെ ഞാൻ കോളേജിൽ നിന്നും പറഞ്ഞു വിടുമെന്ന് പറഞ്ഞു. അതേ സംഭവം തന്നെ ഇവിടെ നടന്നു. മാത്രമല്ല സേതുവിനെ കൊല്ലാനായിട്ട് ശ്രമിക്കുമെന്നും പറഞ്ഞു. ഇപ്പോൾ സേതു ഹോസ്പിറ്റലാണ്. പക്ഷെ പേടിക്കേണ്ട, കുറച്ച് നാളുകൾക്കകം തന്നെ അവനെ ഞാൻ കൊല്ലും എന്നുകൂടി ഭീഷണിപ്പെടുത്തി. കുറേ നേരം പല്ലവി സഹികെട്ട് നിന്നു. കുറേ നേരം സഹിച്ച് നിൽക്കുമായിരുന്നു. അവസാനം സഹികെട്ട് പറ്റാതെ വന്നപ്പോൾ ഇന്ദ്രന്റെ കരണം പൊട്ടിച്ചു പല്ലവി ഒരു അടി കൊടുത്തു. അത് ഏറ്റവും ഒരു അടിയായിരുന്നു. പക്ഷെ അത് വെച്ച് വീണ്ടും ഇന്ദ്രൻ മുതലെടുക്കുമെന്ന് പല്ലവി വിചാരിച്ചിരുന്നില്ല. പിന്നെ പല്ലവി സേതുവിനൊപ്പം ഹോസ്പിറ്റലിൽ വന്നു, സേതുവിനെ പരിചരിച്ചു. അങ്ങനെ എല്ലാം ഓക്കെ ആയി വരുവാണ്. കുറച്ച് ദിവസത്തേക്ക് ഇടത് കൈ അനക്കാൻ പറ്റില്ലെങ്കിൽ പോലും കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റും മരുന്നൊക്കെ ആകുമ്പോൾ എല്ലാം ഓക്കെ ആകുമെന്ന് ഡോക്ടറും പറഞ്ഞു.
അതിനുശേഷം പല്ലവി കോളേജിൽ പോകാനായിട്ട് തീരുമാനിച്ചു. കോളേജിൽ പോയ സമയത്ത് കോളേജിലെത്തി ആ ഒരു ക്ലാസ്സിന് എടുക്കാനായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു പ്രിൻസിപ്പൾ വിളിപ്പിച്ചത്. എന്നിട്ട് ഇന്ദ്രനെ അടിച്ച വിഷ്വൽസ്, ഒന്നാമത്തെ കാര്യം CCTVയും കാര്യങ്ങളും ഉള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഈ ഒരു വെക്കേഷൻ ക്ലാസ് എല്ലാം വേണ്ട എന്ന് വെച്ച് പല്ലവി ഇറങ്ങിപ്പോയത് കൊണ്ട് തന്നെ, ധിക്കാരം കാണിച്ചത് കൊണ്ട് തന്നെ പ്രിൻസിപ്പൾ പല്ലവി ആ കോളേജിൽ നിന്നും പറഞ്ഞു വിടാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ പ്രിൻസിപ്പളിന്റെ തീരുമാനം കേട്ട് സങ്കടം സഹിക്കാനാകാതെ പല്ലവി അവിടെ നിന്ന് കോളേജിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴും പല്ലവിയെ പറഞ്ഞു വിട്ട്, പല്ലവി താൽക്കാലിക നിയമനമായിരുന്നല്ലോ, എന്നാൽ പല്ലവിയെ പറഞ്ഞു വിട്ട് പകരം ഇന്ദ്രനെ അവിടെ എന്നേക്കുമായിട്ട് അവിടെ സ്ഥിരം നിയമിക്കാനായിട്ട് പ്രിൻസിപ്പൾ തീരുമാനിച്ചു. അത് കണ്ടപ്പോൾ ഇന്ദ്രൻ ലഡു ഒക്കെ കൊടുത്ത് പല്ലവിക്ക് കൊടുത്തുവെങ്കിലും പല്ലവിക്ക് ഭയങ്കര ദേഷ്യവും സങ്കടമായിരുന്നു. തന്നെ ഇത്രയും ചതിച്ച ഇന്ദ്രൻ ഒരു പണി കൊടുക്കാനായിട്ട് പല്ലവി തീരുമാനിച്ചു. അങ്ങനെ പല്ലവി ആ ഒരു തീരുമാനമെടുത്ത് തിരികെ സേതുവിനെ വന്ന് കണ്ടു, സേതുവിനോട് സംസാരിച്ചു. രണ്ടും കൽപ്പിച്ച് സേതുവും പല്ലവിയും കൂടി ഇറങ്ങി പുറപ്പെടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ ഋതുവിൻ്റെയും ഇന്ദ്രൻ്റെയും പ്രണയം ഇങ്ങനെ നല്ലതുപോലെ മുന്നോട്ട് പോകുകയാണ്. ഇപ്പോഴും ഋതു മനസ്സിലാക്കുന്നില്ല പല്ലവിയെ ചതിച്ച ആ ചതിയനായ ഭർത്താവ് ഈ ഇന്ദ്രനാണെന്നുള്ള കാര്യം ഋതുവിന് അറിയത്തില്ലായിരുന്നു. മരം ചുറ്റി പ്രണയവും പിന്നെ പുറത്ത് വെച്ച് കാണലും സംസാരിക്കലും പിന്നെ കറങ്ങലും, അങ്ങനെ അവരുടെ പ്രണയം ഇങ്ങനെ മുന്നോട്ട് പോകുവാണ്. അപ്പോഴെല്ലാം തൻ്റെ ഐഡന്റിറ്റി ഋതു മനസ്സിലാക്കാതിരിക്കാനായിട്ടും ഇന്ദ്രൻ ശ്രമിച്ചു. ഇന്ദ്രന്റെ നിർദ്ദേശപ്രകാരം തന്നെ വീണ്ടും പ്രതാപൻ അവിടെ പൊന്നുമടത്തിലെത്തിയതിനു ശേഷം പൂർണിമയെ കണ്ടു, പൂർണിമയോട് സംസാരിച്ചു. ഒരു കാരണവശാലും പൂർണിമ പ്രതാപനെ അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ പൂർണിമയുടെ കാലിൽ വീണ് മാപ്പ് പറയുക വരെ ചെയ്തു. പക്ഷെ പൂർണിമ പ്രതാപന്റെ ആ ചതി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പ്രതാപനെ അംഗീകരിക്കത്തില്ല. പക്ഷെ എന്നോട് ക്ഷമിക്കണം, പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ് കാലിൽ വീണ് മാപ്പ് പറഞ്ഞിരിക്കുവാണ്. ചേച്ചി ഇല്ലാതെ എനിക്ക് ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയമായിരുന്നു. അപ്പൊ എല്ലാം കൂടി വന്നപ്പോൾ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞപ്പോൾ പല്ലവിയും സേതുവും കൂടി തന്നെ തീരുമാനിച്ചു ഇന്ദ്രനെ എന്നേക്കുമായിട്ട് തകർക്കണം, ഇന്ദ്രന്റെ അടിവേര് തന്നെ ഇളക്കണം. അതിനെ ഒന്നൊന്നായിട്ട് തുടങ്ങണം. ഒന്നാമത് എല്ലാവരുടെയും മനസ്സിൽ നല്ലവനാണ് എന്ന്, ഈ ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം താൻ നന്നായി എന്ന് ഇന്ദ്രൻ വരുത്തി തീർത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം അത് മാറ്റണം. രണ്ടാമത്തെ കാര്യം കോളേജിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും പ്രിൻസിപ്പലിനാണെങ്കിലും എല്ലാവർക്കും എല്ലാവർക്കും ഇപ്പോൾ ഇന്ദ്രനെയാണ് ഇഷ്ടം. അപ്പോൾ ഇഷ്ടവും ആ ഒരു സ്നേഹവും എല്ലാം, ഇന്ദ്രനോടുള്ള ഇഷ്ടവും സ്നേഹവും വിശ്വാസവും എല്ലാം തകർക്കണം. പിന്നെ 3, ഋതുവിനോട് ഇന്ദ്രൻ കാണിക്കുന്ന ഈ ഒരു കാര്യം, ഋതുവും ഇന്ദ്രനും പ്രണയത്തിലാണല്ലോ, അപ്പൊ അതെല്ലാം തകർക്കണം. അതിന് ഇന്ദ്രന്റെ യഥാർത്ഥ മുഖംമൂടി എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയണം, തനിനിറം എന്താണെന്ന് മറ്റുള്ളവർ അറിയണം. ഇന്ദ്രന്റെ മുഖംമൂടി വലിച്ചു കീറണം. ഇതിനു വേണ്ടിയിട്ടാണ് സേതുവും പല്ലവിയും കൂടി തീരുമാനിച്ചത്. അവസാനം നമ്മുടെ ഇന്ദ്രനോട് പല്ലവി സംസാരിക്കാനും സേതുവുമായിട്ടുള്ള ബന്ധം താൻ തകർത്തുവെന്നും സേതുവിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് താൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് സേതുവുമായിട്ടുള്ള ബന്ധം താൻ വിട്ടു എന്ന് ഇന്ദ്രനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ആദ്യമൊന്നും ഇന്ദ്രൻ വിശ്വസിച്ചില്ല. പിന്നെ കുറേ നാളുകൾ ഇന്ദ്രനൊപ്പം കറങ്ങുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇന്ദ്രൻ മനസ്സിലാക്കിയത്. പിന്നെ ഒരു കടൽ തീരത്ത് വെച്ചിട്ട് ഇന്ദ്രനോട് തൻ്റെ പ്രണയം പല്ലവി തുറന്നു പറഞ്ഞു. ആ ഒരു തുറന്നു പറച്ചിൽ കഴിഞ്ഞതിന് ശേഷം ശോഭ ഇന്ദ്രനെ കാണാനായിട്ട് ചെന്നു. വഴിയിൽ വെച്ച് ഇന്ദ്രനെ കണ്ടു, സംസാരിച്ചു. എന്നിട്ട് ഇന്ദ്രനോട് പറയുവാണ്, മുമ്പത്തെ ആ ഒരു ബന്ധം വീണ്ടും പൊടിതട്ടിയെടുക്കാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. വീണ്ടും പല്ലവിയുടെയും ഇന്ദ്രന്റെയും വിവാഹം നടത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ദ്രന് സമ്മതമാണോ എന്ന് ചോദിച്ചു. എന്നാൽ പല്ലവിയുമൊത്തുള്ള വിവാഹം കഴിഞ്ഞിട്ടും പല്ലവിയുമൊത്ത് ജീവിക്കാനായിട്ടാണ് ഇന്ദ്രൻ ഇത്രയും പോരാട്ടം നടത്തിയത്. പിന്നെ ആ ഡിവോഴ്സ് കേസിലും ജയിക്കാനായിട്ട് നോക്കിയത്. അത് ജയിക്കാതെ ആയപ്പോഴാണ് ഋതുവിനെ കൈക്കലാക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ശോഭ തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ സ്ഥിതിക്ക്, പല്ലവി തന്നെ മുൻകൈ എടുത്ത് നിൽക്കുന്ന സ്ഥിതിക്ക് തീരുമാനിച്ചു പല്ലവി വിവാഹം കഴിക്കാം. അങ്ങനെ ഒരു ക്ഷേത്ര നടയിൽ വെച്ച് പല്ലവിയുടെ കഴുത്തിൽ വീണ്ടും ഇന്ദ്രൻ താലി കെട്ടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാല ചാർത്തുകയും പല്ലവിയുടെ നെറുകിൽ സിന്ദൂരം ചാർത്തുകയും ചെയ്തു. പക്ഷേ ഇത്
മനസ്സറിഞ്ഞുള്ള വീണ്ടുമുള്ള അവരുടെ വിവാഹമാണോ? അങ്ങനെ വരാൻ സാധ്യതയില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ട് ഈ ഡിവോഴ്സ് നടത്തിയതിന് ശേഷം, ഡിവോഴ്സ് വിജയിച്ചിട്ട് വീണ്ടും ഇന്ദ്രനൊപ്പം ജീവിക്കാനായിട്ടൊരു പൊട്ടിയല്ലല്ലോ പല്ലവി. പിന്നെ ഉള്ളത് ഇന്ദ്രന്റെ മുഖം മൂടി വലിച്ചു കീറാനായിട്ട്, ഇന്ദ്രനെ തന്നെ ആയുധമാക്കാനായിട്ട് പല്ലവി തീരുമാനിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ദ്രന്റെയും പല്ലവിയുടെ വിവാഹം നടന്നത്. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവങ്ങളായിരിക്കും ജീവിതത്തിൽ നടക്കുക, മാത്രമല്ല ഒളിഞ്ഞിരിക്കുന്ന എന്തൊക്കെ കിടിലൻ ട്വിസ്റ്റുകളായിരിക്കും ഇനി വരുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. പ്രേക്ഷകർക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ടാറ്റ ബൈ.